ഓം ശ്രീ മാത്രേ നമ. ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ കുറച്ചു കാര്യങ്ങളെക്കുറിച്ചറിയാം. വൈഷ്ണവാംശബോധനായ ശ്രീ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് എന്ന ഐതിഹ്യമുള്ള നമ്മുടെ പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം. ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ പരശുരാമൻ സ്ഥാപിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂരിൽ കുടജാദ്രിയുടെ മടിയിൽ സൗപർണികയുടെ തീരത്ത് ആദിപരാശക്തി അക്ഷര ദേവതയായിട്ട് കുടികൊള്ളുന്ന ഇടമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം. പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൻ്റെ വടക്ക് കൊല്ലൂർ ശ്രീ മൂകാംബിക, തെക്ക് കന്യാകുമാരി, കിഴക്ക് പാലക്കാട് ഹേമാംബിക, പടിഞ്ഞാറ് കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രാംബിക എന്നീ 4 ദേവീരൂപങ്ങളുടെ കാവലിലാണ് മലയാളദേശം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. മലയാളദേശത്തിൻ്റെ വടക്കുഭാഗത്തിൻ്റെ കാവൽ ശക്തിയായി കാണുന്നതും ഈ ശക്തി സ്വരൂപിണിയെയാണ്. വടക്ക് ഗോകർണ മുതൽ തെക്ക് കന്യാകുമാരി വരെയായിരുന്നു പുരാതന കേരളം. കലയുടെയും സാഹിത്യത്തിൻ്റെയും ഉപാസകരെല്ലാം പ്രാർത്ഥിക്കുന്നത് അമ്മ മൂകാംബിക ദേവിയെയാണ്. പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പരാമർശങ്ങൾ ഒരുപാടുണ്ട്. കോലമഹർഷി ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന അവസരത്തിൽ ഇന്ദ്രപദവി ലഭിക്കുന്നതിനായിട്ട് കംഹാസുരൻ എന്ന അസുരനും ശിവപ്രീതിക്കായിട്ട് ഇതേ പ്രദേശത്തിൽ തപസ് ചെയ്തു വന്നിരുന്നു. ഇനി ആദിശങ്കരാചാര്യർ ഈ പ്രദേശത്ത് അനേക ദിവസങ്ങൾ തപസ് ചെയ്തതിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിന് പുറകിലുള്ള ദേവീ വിഗ്രഹം ആദിശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ആദിശങ്കരാചാര്യർ നിശ്ചയിച്ച അതേ പൂജാവിധികളാണ് ഇന്നും ഇവിടെ പിന്തുടർന്നു വരുന്നത്. കോലമഹർഷിയുടെ ആ കാലശേഷം സ്ഥലനാമം കോലാപുരമായിട്ടും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കൊല്ലൂരായി മാറിയെന്നുമാണ് പഴമ പറയുന്നത്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും 40 കിലോമീറ്റർ ദൂരെയായാണ് കുടജാദ്രി മലനിരകൾ. സംസ്കൃതത്തിലെ കുടകാചലം എന്ന പേര് ലോപിച്ച് കുടജാദ്രി ആയതാണെന്നാണ് പറയുന്നത്. ഇനി കുടജാദ്രിയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു വലിയ ഐതിഹ്യം നിലവിലുണ്ട്. കുടജാദ്രി മലമുകളിലാണ് ആദിശങ്കരൻ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ദേവി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹം അറിയിച്ചത്. അങ്ങനെ ശങ്കരൻ്റെ ആഗ്രഹം സംബന്ധിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ആചാര്യൻ തിരിഞ്ഞു നോക്കരുതെന്നൊരു വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ശങ്കരാചാര്യരെ പരീക്ഷിക്കുവാൻ ഉറച്ച ദേവി കൊല്ലൂരിലെത്തിയപ്പോൾ തൻ്റെ പാദസ്വരത്തിൻ്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദേവി സ്വയംഭൂവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇനി കുടജാദ്രി ഗ്രാമത്തിലെ ആദി മൂകാംബിക ക്ഷേത്രം ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായിട്ടാണ് കരുതപ്പെടുന്നത്. കുടജാദ്രി മലമുകളിൽ ശങ്കരാചാര്യർ തപസ്സു ചെയ്ത ഇടമാണ് ചിത്രമൂല ഗുഹ. കുടജാദ്രി മലമുകളിൽ കാണുന്ന സർവജ്ഞപീഠം എന്ന ആ കരിങ്കൽ മണ്ഡപവും ആദിശങ്കര വിഗ്രഹവും മൈസൂർ രാജാക്കന്മാരുടെ സംഭാവനയാണ്. കുടജാദ്രി മലമുകളിൽ ദേവി കംഹാസുരനെ നിഗ്രഹിക്കുവാൻ ഉപയോഗിച്ച ത്രിശൂലം ഇന്നും തുരുമ്പ് പിടിക്കാതെ മലമുകളിൽ കാണാൻ സാധിക്കും. മല കയറുന്ന സാഹസികർക്കായിട്ട് ഒരു ഉത്തമ സ്ഥലം കൂടിയാണ് കുടജാദ്രി. ചതുർബാഹുവായ ദേവി രൂപമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ശംഖും ചക്രവും വരവും അഭയമുദ്രയും 4 കൈകളിലായി ഏന്തി പത്മാസനസ്ഥിതിയിൽ ഇരിക്കുന്ന പഞ്ചലോഹ നിർമ്മിതയായ ദേവീരൂപം ആദിശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരമാണിവിടെ പ്രതിഷ്ഠിച്ചത്. ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെ ജ്യോതിർലിംഗം സ്വയംഭൂവാണ്. ശ്രീചക്രഭാവാത്മകമായ ജ്യോതിർലിംഗമാണിത്. ഇതൊരു സുവർണരേഖയാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. സുവർണരേഖയുടെ വലതുവശത്ത് ശിവവിഷ്ണു ബ്രഹ്മചൈതന്യവും ഇടതുവശം പരാശക്തിയുടെ ത്രിവിധ ഗുണങ്ങളും അന്തർലീനമാവുന്നുണ്ട്. ഇനി ത്രിമൂർത്തികളും പരാശക്തിയും ഒറ്റ ചൈതന്യത്തിലാണ് ഇവിടെ ഉള്ളത്. സ്ത്രീശക്തിയുടെ ആ പരമമായ പ്രതീകമാണ് ആദിപരാശക്തി. അക്ഷരദേവതയായ ശക്തി സ്വരൂപിണിയാണ് മൂകാംബികയിൽ ഉള്ളത്. ദേവീ വിഗ്രഹത്തിൻ്റെ മാറിൽ ചാർത്തിയിരിക്കുന്ന ആ മരതക രത്നമുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? വളരെ അമൂല്യവും പ്രസിദ്ധവുമാണ്. ഇനി സ്വർണത്തിലുള്ള സിംഹമുഖം, വെള്ളിയിൽ തീർത്ത വാൾ എന്നിവയാണ് പ്രധാനമായ അലങ്കാരങ്ങൾ. ഇവയെല്ലാം ചാർത്തിയുള്ള പൂജ അലങ്കാര ദീപാരാധന എന്ന് അറിയപ്പെടുന്നു. മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാവാണിയുമായാണ് അമ്മ ഇവിടെ വാണരുളുന്നത്. ഭക്തന് ഇഷ്ടഭാവത്തിൽ ഉപാസിക്കാം അമ്മയെ. മുഖസ്വരൂപിയായ കംഹാസുരനെ നിഗ്രഹിച്ചതിനാലാണത്രേ ദേവിക്ക് മൂകാംബിക എന്ന പേര് കൈവന്നത്.
മൂകന്മാർക്ക് പോലും ഐശ്വര്യവിദ്യാസമുദ്രം പ്രദാനം ചെയ്യുന്ന അമ്പ, വീരഭദ്രസ്വാമി, സുബ്രഹ്മണ്യ സ്വാമി, പ്രാണലിംഗേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, പഞ്ചമുഖ ഗണപതി, ചന്ദ്രമൗലീശ്വരൻ, ആഞ്ജനേയൻ, വിഷ്ണു ഭഗവാൻ, ശ്രീ ഗോവിന്ദൻ എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപം സർവ്വവിദ്യകളുടെയും ശുഭാരംഭ മണ്ഡപമാണ്. വീരഭദ്രസ്വാമി ദേവിയുടെ അംഗരക്ഷകനാണെന്നും അതല്ല കോലാപുര മഹർഷി തന്നെയാണ് വീരഭദ്രസ്വാമി എന്നും സങ്കല്പങ്ങൾ നിലവിലുണ്ട്. ശത്രു സംഹാരത്തിനായിട്ട് നാളികേരം ഉടയ്ക്കുന്നത്, അതായത് കണ്ണുകായ് വഴിപാട് ഇവിടുത്തെ ഒരു പ്രധാനമായ ചടങ്ങാണ്. ഇതൊന്നും കൂടാതെ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിനടുത്ത് ചെറിയൊരു തുളസിത്തറയുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ സങ്കല്പിച്ച് പൂജകൾ നടത്തപ്പെടുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിലിൽ നാഗങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നാലമ്പലത്തിനകത്ത് ഗർഭഗൃഹത്തിന് പുറകിലായിട്ട് തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന സ്ഥലവും കാണാൻ സാധിക്കും. അനേകം നാളുകൾ ഇവിടെയാണ് ആദിശങ്കരൻ ദേവീപൂജ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിന് വെളിയിലെ പടിഞ്ഞാറേ തെരുവിൽ ത്രയംബകേശ്വര ക്ഷേത്രം, ശൃംഗേരി ക്ഷേത്രം, മാരിയമ്മൻ ക്ഷേത്രം എന്നിവയുമുണ്ട്. ഇതൊന്നും കൂടാതെ ഒരുപാട് മൂകാംബിക ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മതപഠന കേന്ദ്രങ്ങളും ആ തെരുവിലുണ്ട്. ഇനി കാഞ്ചി കാമകോടി പീഠം നടത്തുന്ന ശ്രീ ജയേന്ദ്ര സരസ്വതി വേദിക് പഠന കേന്ദ്രത്തിൽ കുട്ടികൾക്ക് സൗജന്യമായിട്ട് വേദപഠനം നൽകുന്നുമുണ്ട്. കുടജാദ്രി മലകളിൽ നിന്നും ഉത്ഭവിച്ച ക്ഷേത്രത്തിന് സമീപത്ത് കൂടി ഒഴുകുന്ന പുണ്യനദിയായ സൗപർണിക നദിയെയും കാണാൻ സാധിക്കും. സുപർണന്, അതായത് ഗരുഡന് തൻ്റെ മാതാവായ വിനതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് തപസ്സു ചെയ്തു എന്നും ആ തപസ്സിൽ സന്തുഷ്ടയായി മാറിയ ദേവിയോട് തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്നും സുപർണൻ ആവശ്യപ്പെട്ടു എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. ഗരുഡൻ തപസ്സു ചെയ്തു എന്ന് പറയപ്പെടുന്ന ഗുഹ ഗരുഡ ഗുഹ എന്ന് അറിയപ്പെടുന്നു. അനേകം ഔഷധ ചെടികളിലൂടെ ഒഴുകി വരുന്നത് കൊണ്ട് സൗപർണിക നദിയിലെ സ്നാനം സർവ്വരോഗ നിവാരണമായിട്ട് കരുതി വരുന്നു. മീനമാസത്തിലാണ് ഉത്സവം എങ്കിലും നവരാത്രി പൂജയോടനുബന്ധിച്ചാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന പൂജകളെല്ലാം നടക്കുന്നത്. ജന്മാഷ്ടമിയും പ്രധാനമാണ്. വിദ്യാരംഭം കുറിക്കുന്ന നവരാത്രി കാലത്ത് മൂകാംബിക ദർശനം പരമപുണ്യമാണ്. കൊല്ലൂർ മൂകാംബിക ദേവിക്ക് മുന്നിൽ വിദ്യ ആരംഭിക്കുവാൻ കഴിയുന്നത് പരമമായ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. വിജയദശമിക്ക് പുറമെ ചന്ദ്രയുഗാദി, അതായത് ചന്ദ്രവർഷം, രാമനവമി, നവരാത്രി, സൂര്യയുഗാദി, അതായത് സൂര്യവർഷം, മൂകാംബിക ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി, കൃഷ്ണാഷ്ടമി, നരക ചതുർദശി എന്നിവയെല്ലാം വിശേഷമായിട്ട് ഇവിടെ ദേവിയുടെ ഈ തിരുസന്നിധിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ശ്രീ മൂകാംബികാമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇതുവരെയും മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിപ്പെടാത്ത പ്രിയപ്പെട്ടവർക്ക് ഒരു കാര്യം കൂടി പറയുന്നു. ഇവിടെ മൂകാംബിക അഷ്ടകം ദിവസവും മനസ്സറിഞ്ഞു ചൊല്ലുക, അമ്മയെ വിളിക്കുക, ഓം ശ്രീ മാത്രേ നമ എന്ന് ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ ആ ഒരു വിളി വരുന്നതാണ്. അമ്മയുടെ ദർശനം എടുക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമ.